നമ്മൾ ഇന്ന് മനോഹരമായൊരു കഥ കേൾക്കാൻ പോവുകയാണ്. ഇത് വിശുദ്ധരായ ജോവാക്കിമിന്റെയും അന്നയുടെയും കഥയാണ്. കന്യകാ മറിയത്തിന്റെ മാതാപിതാക്കളാണിവർ. പണ്ടുകാലത്ത് വളരെ ഭക്തരും ദൈവഭയമുള്ളവരുമായ ദമ്പതികളായിരുന്നു ജോവാക്കിമും അന്നയും. അവർക്ക് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ഒരു ഭാഗം പാവപ്പെട്ടവർക്ക് കൊടുക്കുമായിരുന്നു. പക്ഷേ അവർക്കൊരു വലിയ ദുഃഖമുണ്ടായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. അക്കാലത്ത് കുട്ടികളില്ലാത്തത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തതിൻ്റെ അടയാളമായി പലരും കണ്ടിരുന്നു. ഇത് അവർക്ക് വലിയ സങ്കടം നൽകി. മക്കളില്ലാത്തത് കൊണ്ട് ജോവാക്കിമിന്റെ വഴിപാടുകൾ പോലും ദേവാലയത്തിൽ സ്വീകരിച്ചില്ല എന്നും കഥകളുണ്ട്. ഇത് അദ്ദേഹത്തെ കൂടുതൽ ദുഃഖത്തിലാഴ്ത്തി. കുട്ടികളില്ലാത്ത സങ്കടത്തിൽ ജോവാക്കിം എന്താണ് ചെയ്തത് എന്നറിയണ്ടേ? മനം നൊന്ത് ജോവാക്കിം 40 ദിവസത്തോളം മരുഭൂമിയിൽ പോയി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ആഴമായ പ്രാർത്ഥനയുടെയും വിനയത്തിൻ്റെയും സമയത്താണ് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായത്. ജോവാക്കിമിനും അന്നയ്ക്കും വെവ്വേറെ മാലാഖമാർ പ്രത്യക്ഷപ്പെട്ട് അവർക്കൊരു കുഞ്ഞ് ജനിക്കുമെന്ന് സന്തോഷ വാർത്ത അറിയിച്ചു. ജോവാക്കിം മരുഭൂമിയിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ ജെറുസലേം നഗര കവാടത്തിൽ വെച്ച് അന്നയെ കണ്ടുമുട്ടി. അവർ പരസ്പരം ആലിംഗനം ചെയ്ത ആ നിമിഷം അവരുടെ മകളായ മറിയത്തിന്റെ അത്ഭുതകരമായ ജനനത്തിന്റെ പ്രതീകമായി മാറി. പ്രായമായ ദമ്പതികൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടതിന് ശേഷം ഒരു കുഞ്ഞ് ജനിക്കുന്നത് വലിയ കാര്യങ്ങൾക്കായി തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു എന്നൊരു വിശ്വാസവും അന്നുണ്ടായിരുന്നു. ഇനിയൊരു ചോദ്യമാണ്, ജോവാക്കിമിന്റെയും അന്നയുടെയും കഥ മറ്റേതെങ്കിലും വിശുദ്ധരുമായി സാമ്യം പുലർത്തുന്നുണ്ടോ? തീർച്ചയായും ഉണ്ട്. ജോവാക്കിമിന്റെയും അന്നയുടെയും കഥ ബൈബിളിലെ മറ്റു ചില കഥകളുമായി സാമ്യമുള്ളതാണ്. സാമുവേൽ പ്രവാചകന്റെ അമ്മയായ ഹന്നയുടെ കഥ ഇതിന് ഉദാഹരണമാണ്. ഹന്നയ്ക്കും കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അന്നയെ പോലെ അവരും ഒരുപാട് കളിയാക്കലുകൾ നേരിട്ടു. ഹന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഒരു മകനെ ലഭിച്ചാൽ ദൈവത്തിന് സമർപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. സാമുവേൽ ജനിച്ചപ്പോൾ ഹന്ന സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചു. അതുപോലെ വിശ്വാസത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന അബ്രഹാമിന്റെ കഥയും ജോവാക്കിമിന്റെയും അന്നയുടെയും ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തത്തിനായി ദീർഘകാലം കാത്തിരുന്നവരാണിവർ. അങ്ങനെ വിശ്വാസത്തിലും ക്ഷമയിലും ഉറച്ചു നിന്ന ജോവാക്കിമിൽ നിന്നും അന്നയിൽ നിന്നും ഈ ലോകത്തിലേക്ക് ദൈവപുത്രനായ യേശുവിനെ കൊണ്ടുവരുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട മറിയം ജനിച്ചു. യേശുവിൻ്റെ വംശാവലി വിവരിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം യേശുവിനെ ദാവീദിന്റെയും അബ്രഹാമിന്റെയും പുത്രനായി വിശേഷിപ്പിക്കുന്നു. ഇത് പഴയ നിയമത്തിലെ വാഗ്ദത്തങ്ങൾ എങ്ങനെ യേശുവിലൂടെ പൂർത്തിയായി എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ്. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നുവെന്നും അവിടുത്തെ വാഗ്ദാനങ്ങൾ എപ്പോഴും നിറവേറ്റുമെന്നുമാണ്. ജോവാക്കിമിന്റെയും അന്നയുടെയും ജീവിതം വിശ്വാസവും ക്ഷമയും ഉണ്ടെങ്കിൽ എത്ര വലിയ സ്വപ്നങ്ങളും ദൈവം സാധിച്ചു തരും എന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.